അസ്സലാമു അലൈക്കും. ഒരു കുട്ടി ഫോണിൽ കൂടി തൻ്റെ ഉമ്മയോട് സംസാരിക്കുന്നൊരു വീഡിയോ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞത്. ഒരുപക്ഷെ നിങ്ങളും ആ വീഡിയോ കണ്ടു കാണും. ഫോണിൽ കൂടി ഒരു കുട്ടി തൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് ആ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതിട്ടുണ്ട് എന്നും ആ കുട്ടി പറഞ്ഞു വയ്ക്കുമ്പോൾ മറുവശത്ത് ആ ഫോണെടുത്ത ആ ഉമ്മ വളരെയധികം പൊട്ടിക്കരയുന്ന സങ്കടത്തോടുകൂടി തിരിച്ച് തൻ്റെ മകനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. പ്രസംഗം ഇന്ന് ഞാൻ മഗ്‌രിബിന് പ്രധാന പ്രസംഗിക്കണം. ഞാൻ പിന്നെ അത് ഇങ്ങോട്ടും കാര്യം പറയാൻ വിളിച്ചതാ. ഉമ്മക്കിപ്പൊക്കെ വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചത്. ഉമ്മക്കിപ്പൊക്കെ വേണ്ടിട്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചത്. കരയല്ലേ? ഞാൻ സ്കെച്ച് ചെയ്ത് രാവിലെ നേരത്തെ എണീച്ച് സ്കെച്ച് ഞങ്ങൾക്ക് വേണ്ടി കുറെ ദുആ ചെയ്തു. കൊറേ ദുആ ചെയ്തു. കൊട്ടാരം ഉണ്ടായി ഒരു വഹാക്കായിട്ട് തന്നെ കുറെ ഒരു വാതിൽ തന്നെ ഉണ്ട് സമയത്തിന് നാളിന് പതിവായി നിസ്കരിക്കാൻ നോക്കൂ. അൽഫാത്തിയില് ചെറുക്കനെ കൊണ്ടാണ് ഇരിയാക്കാൻ കൊടുത്തു കിട്ടിയത്. ഇവിടെ വയസ്സാക്കും ഇല്ല. ഇതായിരുന്നു ആ വീഡിയോ. ഇത് വളാഞ്ചേരിയിലെ സെയ്തൂൻ ക്യാമ്പസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു വീഡിയോ ആണിത്. ഇത് സെയ്തൂൻ ക്യാമ്പസ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കണം, കാരണം സെയ്തൂൻ ക്യാമ്പസിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നത്. ഏതായാലും നമ്മുടെ വിഷയം അതല്ല. സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇത്തരത്തിൽ വൈറലായ ആ കുട്ടിയെ ബുള്ളറ്റ് മാനു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുത്തുകയുണ്ടായി. ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ കൂടെ സംസാരിച്ച ഉമ്മയും ഉപ്പയും ഒക്കെ അദ്ദേഹം പരിചയപ്പെടുത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളാഞ്ചേരിയിലുള്ള സെയ്തൂൻ ക്യാമ്പസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഹാനി മുഹമ്മദ് എന്ന് പറയുന്ന ഈ കുട്ടി പഠിക്കുന്നത്. അന്നുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച്, അതായത് ആ കുട്ടി ഫോണിൽ തൻ്റെ ഉമ്മയോട് വിളിച്ച് സംസാരിച്ച ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് ആ യൂട്യൂബർ ആ കുട്ടിയുടെ ഉമ്മയോട് ചോദിക്കുമ്പോൾ ആ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ്. അവന് ഡെയിലി വിളിക്കാറുണ്ട്. അപ്പൊ ഈ ക്യാമ്പ് കൊണ്ട് ഇനി 4 ദിവസം വിളിക്കൂലെന്ന് ഒരു ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞു. 4 ദിവസം ഫോണും കോളൊന്നും ഇല്ലാതെയാണ് പള്ളിയിൽ ശരിക്കും അല്ലേ? അപ്പൊ വ്യാഴാഴ്ച അന്ന് രാത്രി തുടങ്ങി തിങ്കളാഴ്ച രാവിലെ ഇത് കഴിയുള്ളൂ. അപ്പൊ വിളിക്കൂലല്ലോ അങ്ങനെ നിന്നാണ്. അല്ലെങ്കിൽ രാവിലെ ഏത് സമയത്തായി വിളിക്കണത്? രാവിലെയാണോ? ഇല്ല, വൈകിട്ടാ വിളിക്കുന്നത്. വൈകിട്ട് ഒരു 4 മണി 4:30 ആ ടൈമിലാണ്. ഫോൺ എടുത്തു. ആദ്യം നോർമലി സംസാരിച്ചു. നോർമലി അവനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. വേറെ എനിക്കറിയില്ലല്ലോ ഇവര് റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നോന്നും എനിക്കറിയില്ല. ഞാനൊരു ഉമ്മ എന്നുള്ള ലെവലിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. പക്ഷെ ഈ വികാര നിർഭരാവനായിട്ടുള്ള ഒരു സന്ദർഭം എന്താ ഉണ്ടായത്? ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ സ്വർഗം പണിതിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ അല്ലെ? ഞാൻ ഇവനെ വിളിക്കുമ്പോ മാക്സിമം കരയാതെ പിടിച്ചിക്കലാണ്. കാരണം ഓനെ ഞാനും കൂടി കരഞ്ഞ പ്രശ്നമാവല്ലോ. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കരയാതൊക്കെ. പക്ഷെ ആ സമയം കൈവിട്ടുപോയി. കൈവിട്ടുപോയി. പള്ളിയിലാണ്, ജുമാ കഴിഞ്ഞ ടൈമാണ്. അപ്പൊ പെട്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് സങ്കടാണോ സന്തോഷാണോ പ്രതീക്ഷിക്കാതെ ആ മകൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ ഉമ്മയ്ക്ക് സങ്കടം വന്നു എന്നാണ് ഉമ്മ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമാണ്. മക്കളെ വിട്ടു നിൽക്കുന്ന ഏതൊരു ഉമ്മമാർക്കും, പ്രത്യേകിച്ച് ആ ഉമ്മാക്ക് വേണ്ടി താൻ ദുആ ചെയ്തിട്ടുണ്ട് എന്നും അവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഏതൊരു ഉമ്മയുടെ കണ്ണു നിന്നും കണ്ണീരൊഴുകും. അതുതന്നെയാണ് ആ ഉമ്മയ്ക്കും സംഭവിച്ചത്. മതത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പിൽ നിന്നുകൊണ്ട് തന്നെ
ഒരു ഡോക്ടറായി മാറണം എന്നുള്ളതാണ് ഹാനി മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയുടെ ആഗ്രഹം. അത് ആ കുട്ടി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഭാവിയിൽ ആകാന് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഡോക്ടറേറ്റ് എടുക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? അതും മതത്തോട് നിസ്കാരം നോമ്പും അല്ലാത്തതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഡോക്ടർ ആവാനാണ്. വിശ്വാസത്തിൽ അടിയുറച്ചു കൊണ്ട് തന്നെ ഖുർആന് നല്ല ഖുർആൻ അതറിയാം. അപ്പോ അത് മുൻനിർത്തി കൊണ്ടുപോവാനും ഒരേ സമയം ഖുതുബ ഓതാനും ഇമാം വെക്കാനൊക്കെ ആവാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയാണ് താല്പര്യം. നോക്കൂ, ഇതുപോലെയുള്ള സ്വാലിഹത്തായ സന്താനങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്വാലിഹത്തായ സന്താനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ മഹാഭാഗ്യമാണ്. ലഹരികളും മയക്കുമരുന്നും അതോടൊപ്പം കൊള്ളയും കൊലപാതകങ്ങളും അത്തരത്തിലുള്ള പല അധാർമികതയും കൊണ്ട് നിറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്വാലിഹത്തായ മക്കൾ വലിയ അനുഗ്രഹമാണ്. സ്വന്തം ഉമ്മയെ പോലും തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന മക്കളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി സ്വർഗത്തിൽ കൊട്ടാരം പണിയുമെന്ന് പറയുന്ന ഇതുപോലെയുള്ള സന്താനങ്ങൾ ആ മാതാപിതാക്കൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. സ്വാലിഹത്തായ സന്താനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ ധാർമ്മിക ബോധമുള്ളവരാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് തന്നെ വലിയ ഗുണകരമായി തീരും. നല്ല ദീനീ ബോധമുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല മക്കളാക്കി വളർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങൾ മക്കൾക്ക് അർഹമായ പരിഗണന നൽകുകയും അവരുടെ പെരുമാറ്റ രീതികൾ ഉത്കൃഷ്ടമാക്കുകയും ചെയ്യുവെന്ന്. മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്നതിൽ പല രക്ഷിതാക്കളും ഇന്ന് വിമുഖത കാണിക്കുകയാണ്. ഭൗതികമായ വിജ്ഞാനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസവും നൽകേണ്ടതുണ്ട്. ഭൗതിക വിജ്ഞാനീയങ്ങളുടെ മലവെള്ളപ്പാച്ചിലേക്ക് അവരെ അലക്ഷ്യമായി ചേർത്തു നിർത്തുന്നതോടെ ധാർമ്മികതയ്ക്ക് മൂല്യം നഷ്ടപ്പെടുകയാണ്. മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തോട് പലർക്കും ഇന്ന് അലർജിയാണ്. അതിൻ്റെയെല്ലാം ദുരന്തഫലം ഇന്ന് സമൂഹം അനുഭവിക്കുന്നുമുണ്ട് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുക. മക്കൾ സൽഗുണസമ്പന്നരായാൽ അതിൻ്റെ പ്രാഥമിക ഗുണഭോക്താക്കൾ രക്ഷിതാക്കൾ തന്നെയാണ്. അതിൻ്റെ ഫലം ഇഹത്തിലും പരത്തിലും ഉണ്ടാകും. മക്കൾ തെമ്മാടികളും സംസ്കാരശൂന്യരുമാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ അവർക്കാവില്ല. തനിക്ക് വേണ്ടി ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനും സന്നദ്ധരാവുകയും തൻ്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പ്രാപ്തി നേടുകയും ചെയ്യാത്ത മക്കളാണോ നമുക്കുള്ളത് എന്ന് ഓരോ മാതാവും പിതാവും ഉള്ളു തുറന്നാലോചിക്കേണ്ടതുണ്ട്. സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ.